എല്ലാവരുടെയും പാട്ട് വളരെ മനോഹരമായിരുന്നു. അമ്മമാരിവിടെ വന്ന് പാടുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. ഞാൻ സമ്മാനം ആർക്ക് കിട്ടിയാലും നിങ്ങൾ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് വലിയ കാര്യം. പിന്നെ നമുക്കറിയാമല്ലോ, മത്സരമാകുമ്പോൾ ഒരാൾക്ക് ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ കിട്ടും. അപ്പം അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യങ്ങളില്ല. നമ്മൾ നന്നായി പാടി നമ്മുടെ കൂട്ടായ്മയിൽ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് മത്സരം വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാശിയൊക്കെ വരുമെന്നുള്ള സ്വാഭാവികമാണ്. പക്ഷേ മാതൃവേദിയുടെ മത്സരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളൊരു കൂട്ടായ്മയുടെ സന്തോഷത്തിൻ്റെ ഭാഗമായ ഒരു പ്രോഗ്രാം, അതിൻ്റെ ഭാഗമായി നിങ്ങൾ ചേർന്ന് വിജയിപ്പിച്ചു എന്നുള്ളൊരു സന്തോഷ അഭിമാനം നമുക്കുണ്ടായാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകമായിട്ട് ഇതിനു വേണ്ടി പ്രയത്നങ്ങൾ നിങ്ങൾ ഒത്തിരി എടുത്തിട്ടുണ്ട്. അമ്മമാരുടെ അവരുടെ കഷ്ടപ്പാടുകൾക്കിടയിൽ ഈ പാട്ടൊക്കെ പഠിച്ച് മനോഹരമായി ഇവിടെ ആലപിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇന്ന് നമുക്ക് വിധി നിർണ്ണയത്തിനായിട്ട് എത്തിയത് ജോർജും നിമ്മിയുമാണ്. രണ്ടുപേരും സ്നേഹത്തോട് നന്ദിയോടെ ഓർക്കുന്നവരുടെ ദിവസം വിളിച്ചപ്പോൾ തന്നെ നമുക്കായിട്ട് ചിലവഴിക്കാനായിട്ട് വന്നതിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ് എല്ലാവരുടെ പേരിൽ. അതുപോലെ കേക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് കേക്കാരന്മാർ, മാതൃവേദി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. നമ്മൾ റിസൾട്ട് പറയുകയാണ്. എല്ലാവരും വിജയിച്ചു. അങ്ങനെ അല്ല, ഇന്നാരും തോറ്റു, ഞാൻ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും വിജയിച്ചു എന്ന് നമ്മൾ കരുതണം കേട്ടോ. അതാണ് നമ്മൾ മൂന്നാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് ചാൻസ് നമ്പർ 3 ആണ്. പുതുറായം രണ്ടാമത്തെ വാർഡാണ്. രണ്ടാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് 2 പേർ. ചാൻസ് നമ്പർ 7 വിമലയ്ക്ക് 1. പിന്നെ രണ്ടാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് ചാൻസ് നമ്പർ 1 മേരിയിലാണ്. 1ാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് 8ാമത്തെ. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. എല്ലാവരും പങ്കെടുത്തു എന്നുള്ളതാണ് സമ്മാനത്തേക്കാൾ ഉപരി എല്ലാവരും ഇതിൻ്റെ സാന്നിധ്യമായി വന്ന് വിജയിപ്പിച്ചു എന്നുള്ളതാണ് സന്തോഷമായ പ്രോത്സാഹനമാർക്കും ദൈവം നന്ദി അറിയിക്കും. ഇനി നമ്മൾ ഇവിടെ സാധാരണ ക്വിസ് പ്രോഗ്രാമുണ്ട്, അത് എഴുതാനുള്ള കൊടുക്കാം. ചോദ്യം നിശബ്ദത പാലിക്കാൻ.